ഇന്നൊരു മ്യൂസിയം കാണിക്കാം കേട്ടോ ഞാൻ. ഇതുള്ളത് നമ്മുടെ മംഗലാപുരം ഗോവ ഹൈവേയിൽ മുരുടേശ്വർ അമ്പലം ഉണ്ടല്ലോ, അവിടെ അമ്പലത്തിനടുത്തായിട്ട് വരുന്ന ഒരു മ്യൂസിയമാണ് കേട്ടോ. ഈ മ്യൂസിയത്തിൻ്റെ പേരാണ് ഭൂകൈലാസ കേവ് മ്യൂസിയം. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അകത്തേക്ക് കയറാനായിട്ട് ഒരു ചെറിയ എൻട്രി ഫീ ഉണ്ട്, 10 രൂപ ഒരാൾക്ക്. ഇത് നമ്മുടെ ഈ വലിയ ശിവപ്രതിമയുടെ താഴെയായിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു ഗുഹയാണ്. ഇത് ഫുള്ളായിട്ട് എയർ കണ്ടീഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. മ്യൂസിയത്തിന് അകത്തുള്ള പ്രതിമകളൊക്കെ നല്ല ഭംഗിയിലും വൃത്തിയിലും ഒക്കെ വെച്ച് നല്ല പെയിൻ്റൊക്കെ അടിച്ച് നല്ല അട്രാക്റ്റീവായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഓഡിയോ ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നല്ല തിരക്കുള്ള സമയത്ത് നമുക്ക് അത് ശരിക്കും കേൾക്കാനായിട്ട് സാധിക്കില്ല. ഞാനൊരു 10-15 മിനിറ്റ് എടുത്തിട്ടാണ് ഈ മ്യൂസിയത്തിലെ എല്ലാ കാര്യങ്ങളും കുറച്ച് സമയം എടുത്ത് നല്ല ഭംഗിയായിട്ട് കണ്ടു കേട്ടോ. ഇതൊക്കെ കൃത്രിമമായി ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണെങ്കിലും നമുക്ക് ഈ ഗുഹയ്ക്കകത്തുകൂടെ കടന്നു പോകുമ്പോൾ ഇതിനൊക്കെ ജീവനുള്ളത് പോലെ, ഇതൊക്കെ നമ്മളോട് സംസാരിക്കുന്ന പോലെ ഒരു ഫീലാണ് കേട്ടോ. നമ്മുടെ രാവണൻ്റെ കഠിന തപസ്സിൽ ഇഷ്ടമായിട്ട് നമ്മുടെ ശിവൻ ഒരുപാട് കാര്യങ്ങൾ ആൾക്ക് വരമായി കൊടുക്കുന്ന ഒരു കഥയാണത് കാണിക്കുന്നത്. ഇവിടുന്ന് ശിവലിംഗം കടത്താൻ വേണ്ടിയിട്ട് രാവണൻ ശ്രമിക്കുന്നതിനെ തടയാനായിട്ട് നാരദൻ ഗണേശ ഭഗവാന്റെ സഹായം തേടുന്നതും ഒക്കെ നമുക്ക് ഈ ചിത്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം. സന്ധ്യാവന്ദനത്തിൻ്റെ സമയത്ത് രാവണൻ അത് പൂർത്തിയാവുന്നത് വരെ ശിവൻ്റെ ആത്മലിംഗം പിടിക്കാൻ വേണ്ടിയിട്ട് ബ്രാഹ്മണ വേഷം ധരിച്ച നമ്മുടെ ഗണേശൻ്റെ കയ്യിൽ കൊടുത്തു. ആ ഒരു കഥ വളരെ പ്രസിദ്ധമായിട്ടുള്ളതാണ്. ഒരിക്കൽ ഭൂമിയിൽ സ്ഥാപിച്ച ആത്മലിംഗം പിന്നെ അവിടെ നിന്ന് എടുക്കാൻ പാടില്ല എന്നാണ് ചൊല്ല്. ആ ശിവലിംഗം നിലത്ത് പ്രതിഷ്ഠിക്കരുതെന്ന് രാവണൻ വേഷം മാറിയ ബ്രാഹ്മണ രൂപത്തിൽ വന്ന നമ്മുടെ ഗണപതി ഭഗവാനോട് അപേക്ഷിച്ചു. പക്ഷേ ബ്രാഹ്മണ ബാലൻ എന്ത് ചെയ്തു? 3 പ്രാവശ്യം വിളിച്ച് ഗോകർണ സ്ഥലമായ ഗോകർണത്ത് ഈ ആത്മലിംഗ പ്രതിഷ്ഠ നടത്തി. കലി പൂണ്ട നമ്മുടെ രാവണൻ എന്ത് ചെയ്തു? ബ്രാഹ്മണ രൂപത്തിൽ വന്ന നമ്മുടെ ഗണപതിയുടെ തലയ്ക്കടിച്ച് ഈ ശിവലിംഗത്തെ ശക്തിയായിട്ട് വലിച്ചുയർത്താനായിട്ട് ശ്രമിച്ചു. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ശിവലിംഗം 5 കഷ്ണമായിട്ട് പിളർന്ന് പല സ്ഥലത്ത് പോയിട്ട് പതിച്ചു. ബ്രാഹ്മണ രൂപത്തിലുള്ള നമ്മുടെ ഗണപതി ഭഗവാൻ പ്രതിഷ്ഠിച്ച ആ ശിവലിംഗം ഇരിക്കുന്ന സ്ഥലത്തെയാണ് ഗോകർണം എന്ന് പറയുന്നത് കേട്ടോ. ആദ്യമായിട്ട് അവിടെയാണ് അത് പ്രതിഷ്ഠിച്ചത്. അവിടെ നിന്നാണ് അത് പിളർന്ന് 5ആയിട്ട് മാറിയിട്ടുള്ളത്. അതിൽ 2ാമത്തേതാണ് ഈ മുരുടേശ്വരയിൽ ഉള്ള ശിവൻ്റെ പ്രതിഷ്ഠ കേട്ടോ. പിന്നെയുള്ള പ്രതിഷ്ഠയുള്ളത് ധാരേശ്വര, പിന്നെയുള്ളത് ഗുണവന്തേശ്വര, അത് ഇടഗുഞ്ചിക്ക് സമീപമാണ്. പിന്നെയുള്ളത് സഞ്ജേശ്വര,
ഇങ്ങനെയാണ് 5 സ്ഥലങ്ങളിലാണ് ഈ ശിവലിംഗം പിളർന്ന് പോയി പതിച്ചിട്ടുള്ളത്. നമ്മുടെ ഈ ശിവൻ്റെ ആത്മലിംഗത്തിൻ്റെ 5 പിളർപ്പുകൾ 5 ദൈവിക സ്ഥാനങ്ങളിലാണ് ചെന്ന് വീണിട്ടുള്ളത്. ഈ ദൈവിക സ്ഥാനങ്ങളെല്ലാം 60 കിലോമീറ്റർ ചുറ്റളവിൻ്റെ ഉള്ളിലാണ് കേട്ടോ. ഇടഗുഞ്ചിയിൽ നിന്ന് മടങ്ങുമ്പോൾ ആണ് ഗുണവന്തേശ്വര ക്ഷേത്രത്തിൽ ഒരു പ്രതിഷ്ഠയുള്ളത്. ഈ ശിവൻ്റെ പ്രതിഷ്ഠകളുള്ള ഈ 5 ക്ഷേത്രങ്ങൾ നമ്മൾ ഒരേ സമയം ദർശിക്കുകയാണെങ്കിൽ അത് ഭയങ്കര പുണ്യമാണെന്ന് പറയുന്നു. പഞ്ചക്ഷേത്ര ദർശനം എന്നാണ് ഇതിനെ നമ്മൾ പറയുന്നത്. മനുഷ്യനിർമ്മിതമായ കൃത്രിമമായ ഗുഹയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇതിൻ്റെ ഉള്ളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു എന്താ പറയുക, നല്ലൊരു ഭക്തി അങ്ങനെയൊക്കെ ഒരു നല്ലൊരു ഫീലാണ് കേട്ടോ. പോസിറ്റീവായിട്ടുള്ളൊരു ഫീലിംഗ് ആണ്. മുരുടേശ്വരയിലുള്ള ഈ ഭൂകൈലാസ ഗുഹ കണ്ടല്ലോ അല്ലേ നിങ്ങളെല്ലാവരും. ഇങ്ങനൊരു മ്യൂസിയം ക്രിയേറ്റ് ചെയ്ത ആൾക്ക് നമുക്ക് നല്ലൊരു സല്യൂട്ട് കൊടുക്കാം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ഇതിനകത്ത് കയറുമ്പോൾ ശരിക്കും നമുക്ക് ഒറിജിനലായിട്ട് ഇതൊക്കെ നടക്കുന്ന ഒരു പ്രതീതിയാണ് നമുക്ക് ഇതിനകത്ത് കയറുമ്പോൾ തോന്നുക. അപ്പോൾ നിങ്ങൾ ഇനി മുരുടേശ്വരയിൽ പോകുമ്പോൾ ഇങ്ങനൊരു സംഭവം ഇവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. എന്നിട്ട് അവിടെ കയറി ഈ മ്യൂസിയം കാണുക. സന്ദർശകർക്ക് പൂർണ്ണമായ അനുഭവം പ്രദാനം ചെയ്യുന്ന മുരുടേശ്വര ക്ഷേത്രത്തിനടുത്തുള്ള ഈ മ്യൂസിയം തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ.